സൂക്ഷിച്ച് ചെയ്യാമേ. എന്റെ ഓരോ ഡ്രസ്സിലും നീളത്തിലുള്ള വരകൾ 4 വീതോ കാണുന്നത്. പറയാതിരിക്കുന്ന എങ്ങനെയാടി? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന് പാചകം ചെയ്ത് തുണി നനച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് നിന്റെ ഈ തുണി കൂടെ അയൺ ചെയ്ത് തരുന്നുണ്ടല്ലോ. നീ എന്നെ ഇതും പറയും ഇതിന്റെ അപ്പുറവും പറയും. ശരി വിട്ടേക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ചോദിക്കട്ടെ? ആ ചോദിക്ക്. ഞാൻ ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യും? ചെരുപ്പൂരി അടിക്കും. താങ്ക് യു. ഹലോ ചേട്ടാ, അവൻ ഇന്ദിരാനഗറിലുള്ള ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്താ പറ്റിയത്? വീട്ടിൽ നമ്മുടെ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് എന്തു പറഞ്ഞു? നിന്നോട് എങ്ങനെയാ പറയണ്ടെന്നറിയില്ല. ഓക്കെ എന്ന് പറഞ്ഞു. വൺ കോക്ക് പ്ലീസ്. എവർറാവൻ? അകത്തുണ്ട് ചേട്ടാ. രണ്ടുപേരെ അങ്ങോട്ട് പോ, നീ പിന്നിലൂടെ പോ. നീ അങ്ങോട്ട് പോ. ബൈക്കിന്റെ അടുത്ത് നീ നിക്ക്, അവിടെ നിക്ക്. ഇത്ര പേടിത്തൊണ്ടനാണെങ്കിൽ പിന്നെ എന്തിനാടാ പ്രേമിച്ചത്? ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ. അർദ്ധനാരിയുടെ മരണത്തിനിടയാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സമ്മതിപ്പിക്കാൻ പോകുന്നത് ഞാനാ, നീ എന്തിനാ അറിയുന്നേ? വേഗം ചെന്ന് പോയി വണ്ടി സ്റ്റാർട്ടേ, ബില്ല് പേ ചെയ്തിട്ട് വരാം. ഇത്രയും നേരം വേണോ? ആദ്യം നീ ഒന്ന് ചിരിക്ക്. നല്ല ഭാര്യയെ കിട്ടുന്നത് ഭർത്താവിന് അനുഗ്രഹമാണെന്ന് പറഞ്ഞതല്ലാതെ നല്ല ഭർത്താവിനെ കിട്ടുന്നത് അനുഗ്രഹമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്ക് നല്ല പങ്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് വേണ്ട എല്ലാ ബന്ധങ്ങളും അത് ദൈവനിശ്ചയമാണ്. എന്നാൽ ഭാര്യയെ മാത്രം നീ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് നമുക്ക് വിട്ടു തന്നിരിക്കുന്നു. നമ്മുടെ സെലക്ഷൻ എങ്ങാനും മോശമായി പോയാൽ നമ്മുടെ ജീവിതവും ടോട്ടൽ ഔട്ടായിരിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭർത്താവിനെ സ്നേഹിച്ച് മുതിർന്നവർ പറയുന്നത് അനുസരിച്ച് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം. അങ്ങനെയുള്ള പെൺകുട്ടികളാണ് നല്ല കുടുംബിനിയായി സമൂഹത്തിന് നല്ലൊരു മാതൃകയായി തീരേണ്ടത്. നന്നായി വരട്ടെ. അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺപിള്ളേരും ഭാര്യമാരെ ബഹുമാനിക്കണം. അവരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും വേണം. ഞാൻ മന്ത്രിയാണെങ്കിലും എന്റെ മന്ത്രി എന്റെ ഭാര്യ തന്നെയാണ്. എന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന 101 കല്യാണങ്ങൾക്കും അവസരമുണ്ടാക്കി തന്ന എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഇവിടെ വന്നു തന്നെ പറയണോ? ഒന്ന് മിണ്ടാണ്ട് വന്നേ. വാ മോളെ. ആരാ ഇയാള്? അച്ഛാ, ഇദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രൻ എന്നാ. ഞങ്ങള് രണ്ടുപേരും ഇഷ്ടത്തിലാ. എന്റെ ആശംസകൾ. ഇപ്പെങ്ങനെയുണ്ട്? ഈ കാര്യം അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നായിരുന്നു ഇവൻ എന്നോട് പറഞ്ഞത്. എന്താ മോനെ, എന്നോടെന്താ ഇത്രയ്ക്ക് സംശയം? ശിവ, സാറേ, 2 മാലയും ഒരു താലിയും റെഡിയാക്കി വെക്ക്. ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണവും നടത്താം നമുക്ക്. അയ്യോ, അത് വേണ്ട സർ. എനിക്ക് അച്ഛനും അമ്മയും മുത്തച്ഛനും ഒക്കെ ഉണ്ട്. അവരുടെ അനുഗ്രഹത്തോടെ കല്യാണം നടക്കണമെന്നാ. അതുകൊണ്ട് ഇപ്പൊ വേണ്ട സർ. കൊള്ളാലോ, നല്ല ചെറുക്കനെയാണല്ലോ നീ സെലക്ട് ചെയ്തത്. താങ്ക് യു അച്ഛാ. ശരി മോനെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. താഴെ പോയിരുന്ന് കല്യാണമൊക്കെ കാണാൻ. മോനെ,
അമ്മേ, കലാറാണി, എന്താ എല്ലാം തയ്യാറായില്ലേ? എല്ലാം തയ്യാറായി. അവര് വരുമ്പോ എന്തായാലും കാണാനില്ല എന്ന് പറയല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ശരി ശരി ശരി. എടാടാ, നീ എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? അവരെത്താറായി. ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്ത് ചെയ്യണമെന്നോ? എടാ, ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടോ? എടാ സ്വാമിനാഥ, ഇതെന്ത് നാട്ടു നടപ്പാടാ? സർവ്വസാധാരണ ചെറുക്കന്റെ വീട്ടുകാരാ പെണ്ണ് കാണാൻ പോകുന്നേ. ഇത് തികച്ചും ഒരു തലതിരിഞ്ഞ ഏർപ്പാടാ. അതിന് അച്ഛൻ എന്ത് ചെയ്യാനാ മുത്തച്ഛ? അവരല്ലേ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ. അവര് വരുമ്പോ അവരോട് ചോദിക്കും. നീ എന്താടാ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു? യേഴ്സ്, എനി പ്രോബ്ലം? എല്ലാവർക്കും നമസ്കാരം സാറേ. നമസ്കാരം. 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 വരൂ മോളെ. എന്താ മോളെ? അവരൊക്കെ എത്തിയച്ചാ. വരണം വരണം വരണം. നമസ്കാരം. വരൂ, ഇരിക്കൂ. ഇരിക്കേ. ദേ അവിടോട്ട് ഇരുന്നോളൂ. ഇരിക്കേ. സാധാരണ ചെറുക്കന്റെ വീട്ടുകാരാ പെണ്ണിനെ കാണാൻ വേണ്ടി വരിക. ഇവരെന്താ ഇങ്ങോട്ട് വന്നേന്നാണോ ആലോചിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലെന്നേ. സാറൊരു മിനിസ്റ്ററായിട്ട് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാ. വാ 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 വാ. ചായ കൊടുക്കൂ. വെറുതെ ഇരിക്കുക. എടുത്തോളൂ. ആയിക്കോട്ടെ. താങ്ക് യു. അവിടെ വെച്ചാ മതി. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളതാണ് പറഞ്ഞാലോ? എന്താ സംസാരിക്കാനുള്ളത്? നല്ല മുഹൂർത്തം നോക്കി ഈ കല്യാണം ഒന്ന് നടത്താം. ആവാലോ. അഞ്ജലിയുടെ എക്സാം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞതിന് ശേഷം കല്യാണം നടത്തിയാ പോരെ? അതിനു മുൻപായിട്ട് നിശ്ചയദാർത്ഥം ഒന്ന് നടത്തിയാലോ? എന്തിനാന്നേ, ഇത് തന്നെ നമുക്കൊരു നിശ്ചയാക്കാലോ. എക്സാം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താലോ. അതും ശരി തന്നെയാ. എന്താണ്? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ കുലദൈവത്തിന് തൊഴാന്ന് നേർച്ചയുണ്ട്. നിങ്ങളും കൂടെ വന്നാൽ വളരെ നന്നായിരുന്നേനെ. ഞങ്ങളോ? ഞങ്ങൾക്ക് അതിന് സമയമിടുന്ന. എന്നാ പിന്നെ എടുത്തിയെ മാത്രം പറഞ്ഞേച്ചൂടെ? കല്യാണത്തിന് മുമ്പ് പെണ്ണിനെ അയക്കാനോ? അതൊന്നും ശരിയാവത്തില്ല. എന്താ ശരിയാകാത്തത്? ഇപ്പോ കല്യാണത്തിന് മുമ്പല്ലേ റിസപ്ഷൻ വെക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോ വളരെയധികം നന്ദിയുണ്ട്. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. നമസ്കാരം മുതലാളി. വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? നിന്നെ അമ്പലത്തിൽ മണിയടിക്കാനൊന്നുമല്ലല്ലോ വിളിക്കുന്നേ. ഒരാളെ കൊല്ലാനാ. ഞാനുണ്ടാക്കിയ എന്റെ പ്ലാനുകളെല്ലാം ഉടച്ചു വാർക്കാൻ ഒരുത്തൻ വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറയണം മുതലാളി? എന്റെ മകളെ ഒരുത്തൻ പ്രേമിക്കുന്നു. അറിയോ എനിക്ക്? അറിഞ്ഞിട്ടാണോ നീ വെറുതെ ഇരിക്കുന്നത്? അവനെ കൊല്ലാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഒരാളുടെ റിലേഷൻ ആണെന്ന് വിചാരിച്ച ഞാൻ. എനിക്ക് അവനോട് ഇതിന് മുന്നേ ഒരു കണക്ക് തീർക്കാനുണ്ട്. ഇപ്പൊ പറഞ്ഞാ മതി, ഞാൻ കൊല്ലാവനെ. നിക്ക്, ഒരു ചെറിയ കറക്ഷൻ. അവനെ കൊല്ലണ്ട, അല്ലാതെ അവന്റെ കുടുംബത്തിലെ ആരെങ്കിലും കൊല്ല്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അവൻ എന്തെങ്കിലും വന്നാ എന്നെയാ എല്ലാവരും സംശയിക്കുക. അവന്റെ കുടുംബത്തിലെ ആരെങ്കിലും കൊന്നാൽ ആ കുടുംബത്തിൽ പിന്നെ ഒരു വർഷത്തേക്ക് എന്തായാലും കല്യാണം നടക്കാൻ പറ്റില്ലല്ലോ. അത് മതി എനിക്ക്. എടാ ദാമോദര, പണിതി പാൽ പായസത്തിൽ തന്നെയാണല്ലോ കൊടുക്കുന്നത്. ഞാൻ കൊന്നോളാം മുതലാളി. അതൊരു കൊലപാതകം മാതിരി ആയിക്കൂടാ. ആക്സിഡന്റ് മാതിരി ഇരിക്കണോ? അത് ആക്സിഡന്റ് മാതിരി. സാറേ, സാർ എന്ത് പണി കൊടുത്താലും അത് വ്യത്യസ്തമായിരിക്കും. ഹേയ്, നാളെ അവരെല്ലാവരും കൂടി ഗ്രാമത്തിൽ പോവാ. അവിടുന്ന് നടത്തിക്കോ. എന്തോ നാടേ, എന്താ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഏയ് എടാ, നീ അത് നീക്കണ്ട. അവൻ നിന്നെ ബ്ലോക്ക് ചെയ്യും. അതെ വലിയ മുതലാളി, ഈ കളിയിലില്ലാത്തവര് പറഞ്ഞു കൊടുത്താൽ ഞാൻ എങ്ങനെ ജയിക്കും? കളിക്കടാ. അപ്പൂപ്പ മുതലാളി ചെറിയ മുതലാളിയോ? അപ്പൊ അവരുടെ അച്ഛൻ ആരായിരിക്കും? അത് വലിയ മുതലാളി. അമ്മ? അമ്മ മുതലാളി. ഇവന്റെ ഒരു മുത്തശ്ശി? കാര്യം. മുത്തശ്ശി മുതലാളി. അപ്പൊ റാണി ആരടാ? അനിയത്തി മുതലാളിയാണോ? അല്ല ഏട്ടാ, പെങ്ങള് മുതലാളി. അപ്പൊ ഞാനാരടാ? നിങ്ങളെന്റെ ബന്ധു മുതലാളി. ഇനിയാടാ നിന്നെ പിടിക്കാൻ പോന്നേ? നീ ആരടാ? ഞാൻ പാവ മുതലാളിയുടെ. വന്നോ എല്ലാവരും? വന്ന് അടുത്ത ആൾ എത്തിയല്ലോ. എപ്പോഴാ വന്നത്? എത്തിയുള്ളൂ. വൈഫ് വന്നില്ലേ?
ഇല്ല, അവള് വന്നില്ല. നാട്ടിൽ തന്നെ. നോണ പറയല് തന്നെ ഇവരെ സ്ഥിരം പരിപാടി. എന്താ മുത്തശ്ശി, ആ അമ്മാവനെ കാണുമ്പോഴൊക്കെ മുത്തശ്ശിക്ക് ഒരു നാണം. അതെന്റെ മുറച്ചെറുക്കനായിരുന്നു. എടീ, ഒന്ന് നിന്നെ- പോ അവിടുന്ന്. എന്ത്? ആ മനുഷ്യൻ മുറച്ചെറുക്കനാണെന്നോ? പട് കിളവനെന്ന് പറയേ. അധികം ആയുസ് പോലും ഇല്ല. അദ്ദേഹം മുറപ്പയ്യനാണെങ്കിൽ മുത്തശ്ശനെ എങ്ങനെ പിക്ക് ചെയ്തു? കൊച്ചുമാലാളി, അതിനെക്കുറിച്ച് എനിക്കറിയാം. പറയ്. അന്ന് പെണ്ണ് കെട്ടണമെങ്കിൽ മത്സരത്തിൽ ജയിക്കണം. ഉം. ഒരു കല്ലെടുക്കാൻ പറഞ്ഞപ്പോ അയാൾ പാറ തന്നെ എടുത്തു. ആനയുടെ മതം അടക്കാൻ പറഞ്ഞപ്പോ അതും അടക്കി. ഉം. കടല് കടക്കാൻ പറഞ്ഞു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. നമ്മളെ ഈ വലിയ പോരാളി കടലിൽ അത് കടന്ന് കലക്കി. പെണ്ണിനെ സ്വന്തമാക്കി. എന്ത്? കടല് കിടന്നോ? എങ്ങനെയാ മുത്തശ്ശ? പറയും മുത്തശ്ശ. ഇതൊന്ന് പിടിക്ക്. ഇതെന്താന്ന് പറ. കടൽ. എല്ലാവരും പഞ്ചാര അടിച്ചാണ് പിക്കപ്പ് ചെയ്യുന്നത്. ഇതാ ഇവിടെ ഒരാൾ മുതലാളി നേരെ തിരിച്ചാണ്. അപ്പൊ കള്ളം കാണിച്ചാ മുത്തശ്ശിയെ കല്യാണം കഴിച്ചത്? കള്ളത്തരമൊന്നും അല്ലടാ. പിന്നെ അവൻ ബലവാൻ, ഞാൻ ബുദ്ധിമാൻ. ആഹാഹാഹാഹാ. റാണി, കളിച്ചത് മതി. നിന്നെ അമ്മ വിളിക്കുന്നു. വിളിച്ചതായിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അതല്ലേ വിളിക്കുവാണെന്ന് പറഞ്ഞത്. വേഗം പോയേ. നോണയാണെന്ന് അറിയാം, എന്നാലും പോവാം. നാളെ നീ എനിക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണേ. ഡേയ്, ഒറ്റ വീക്ക് വെച്ചു കേട്ടോ. കേറി പോ. ചേട്ടനാണെന്ന് പോലും വിചാരിക്കാത്ത. നമുക്ക് തുടങ്ങിയാലോ? അയ്യോ, ആരാ നിങ്ങള്? ഞാൻ തോട്ടത്തിൽ എലിയെ പിടിക്കാൻ വേണ്ടി വന്നതാ. നീ എലിയെ പിടിച്ചോണ്ട് നടന്നോണ്ടല്ലേ പാമ്പ് നിന്നെ പിടിക്കും. അങ്ങോട്ട് പോയേ. സൂപ്പർ പാട്ട്. കൊച്ചുമുതലാളി, ആ പാട്ട് എനിക്കൂടെ ഒന്ന് സെൻഡ് ചെയ്യാമോ? ആ, നീ എവിടെ പോവാ? ആ, ഈ കാള കുറച്ച് വെകളി പിടിച്ചിരിക്കുക, ഇതിനെ ചവിട്ടിക്കാൻ കൊണ്ട് പോവുക. എന്നാ പോയി അത് ചെയ്യ്. ഇല്ലെങ്കിൽ ചവിട്ടി ഇടുന്ന നിനക്കായിരിക്കും. നേരം കാലം നോക്കാതെ. വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. വാടാ, നമുക്കിവിടെ സ്ഥലം വിടാം. ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ? അത് ചെയ്യുന്നവനോട് ചോദിക്കേ. ഉണ്ടായിരുന്ന മൂടും പോയി. അങ്കിൾ, എനിക്കൊരു ഡൗട്ട്. അതൊക്കെ വഴിക്കട്ടെ. ആദ്യം ഇളനീര് കൊടുക്കേ. കാശ് കൊടുത്താൽ പോലും ഇത്ര നല്ല ഇളനീര് കിട്ടില്ല. കുടിച്ചു നോക്ക്. ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ അങ്കിൾ? എന്ത്? അയ്യോ, എന്താ അങ്കിൾ ഇത്? ഇളനീരുകൊണ്ട് വായ്പ പിടിച്ച് കളിക്കണോ? അങ്കിളുടെ അടുത്ത് എന്താ ചോദിച്ചത്? മുണ്ട് ഷർട്ടൊക്കെ നനഞ്ഞിരിപ്പുണ്ടല്ലോ. ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ? ഓ, ചവിട്ടിക്കുന്നതാണോ? നമുക്ക് ഈ പലരോടും ദേഷ്യം വരുമ്പോ നല്ല ചവിട്ട് വെച്ച് കൊടുക്കാറില്ലേ? അതുപോലെ ചവിട്ടുന്ന സംഭവമാണ് ഇതെന്ന് എനിക്കറിയാം. എപ്പോഴാ ചവിട്ടുക, ആരെയാ ചവിട്ടുക? ചിലപ്പോ വടികൊണ്ട് തലക്കിട്ട് അടിക്കോ കാലുകൊണ്ട് ചവിട്ടുന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നിനക്കൊന്നും അറിയില്ല. ഇത് പിടിച്ചേ. താങ്ക് യു. ആ, ചിലപ്പോഴേ ഇതിന്റെ ഉത്തരം കിട്ടുവാണെങ്കിലേ എനിക്കൊന്ന് SMS ചെയ്തേക്കണേ. എന്നാ കാണാം. ആന്റി, ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ ആന്റി? അത് പിന്നെ അരിയുടെ വെള്ളം തിളച്ചെന്ന് തോന്നുന്നു. മോളെ, ഇതൊന്നൊരു പാടാ. ആരും പറഞ്ഞിരുന്നില്ലല്ലോ. മര്യാദക്ക് ബുക്ക് നോക്കി വായിച്ചൂടെ? ശരി, മുത്തശ്ശ, എനിക്കൊരു ഡൗട്ട്. ചോദിക്കുമോളെ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പോവാൻ നിൽക്കരുത്. ആള് കൊള്ളാലോ. നീ ആരോടാ ഇങ്ങനെ ചോദിച്ചത്? ഇദ്ദേഹത്തിന്റെ ജനറൽ നോളജിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇദ്ദേഹം ഉണ്ടല്ലോ പഴയ കാലത്തെ BSc. നിനക്ക് ചോദിക്കേണ്ട ചോദ്യം ധൈര്യമായിട്ട് ചോദിക്ക്. ശരി, ഈ ചവിട്ടിക്കാന്ന് പറഞ്ഞ എന്താ? അയ്യോ, ഇങ്ങനത്തെ ഒരു ചോദ്യോ? അത് പിന്നെ കാളയ്ക്കൊരു ഫാമിലി പ്രോബ്ലം. ശോ, ഇതുകൊണ്ട് എല്ലാരും ഓടിക്കളഞ്ഞത്. ശോ. എടാ, ആ പഴക്കൊലെടുത്ത് ഡിക്കിയിൽ വെച്ചേ. അച്ഛനമ്മയും വരുന്നില്ലേ? നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളൂ. ഞങ്ങൾ നാളെ അങ്ങ് എത്താം. നാളെ എത്തുന്നോ? എന്തിന്? എല്ലാ വിവരവും ഇപ്പൊ തന്നെ നിന്നോട് പറയണോ? ഞാനാണോ നിന്റെ അച്ഛൻ, അതോ നീയാണോ എന്റെ അച്ഛൻ? അതല്ല, വണ്ടിയില്ലാതെ എങ്ങനെ നാളെ എത്തും? നാളെ ഞങ്ങൾ അങ്ങ് എത്താം മോനെ. അതെല്ലാം അച്ഛാ, അവര് വരാന്നല്ലേ പറയുന്നത്. അത് വിട്ടേക്ക്. ഞാൻ നിന്റെ അച്ഛനാണോ അതോ നീ എനിക്ക് അച്ഛനാണോ? ഓ, എന്റെ ദൈവമേ, ഞാനൊന്നും പറഞ്ഞില്ലേ? എടാ ഗോപി, ആ, ഞാൻ എത്തി. ഇത് കൊണ്ടുപോയി കാറിൽ സൂക്ഷിച്ചു ഓ, വെക്കണം ഇതാണ് കേട്ടോ. സൂക്ഷിക്കാൻ പറഞ്ഞത്. ഇതെന്തോ ഭിക്ഷ ചെയ്യുന്ന പാത്രം പോലെ ഉണ്ടല്ലോ. ഇത് സൂക്ഷിച്ചു എടാ, സൂക്ഷിക്കണോന്ന്. തുറക്ക്, ഞാൻ കേറട്ടെ. വണ്ടി എടുക്കാൻ. കേറട്ടെ, തുറക്കടാ. എല്ലാവരും സമാധാനത്തോടെ പോയിട്ട് വാ. ഇവൻ എന്താ ഈ കാണിക്കണേ? എടാ, നീ വണ്ടിയിൽ വേഗം കയറ്. പോയി ഇതിന്റെ പണി നോക്ക്. ആ, ചെല്ല്. ബൈ മുത്തശ്ശ, ബൈ മുത്തശ്ശി. പായ മക്കളെ. ആ. എങ്ങനെയുണ്ട്? ഡൺ.
ഹലോ, ആരാണ്? എന്താ പറ്റി? ഏ? മുത്തശ്ശ, എന്തിനാടാ കരയുന്നേ? എടാ സ്വാമിനാഥ, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മരിക്കാൻ ഒരു പാപവും ചെയ്തിട്ടില്ല മോനെ. എടാ, ഒന്നും സംഭവിച്ചില്ലെന്ന് പറയാമായിരുന്നില്ലേ? പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഫോൺ കട്ട് ചെയ്തില്ലേ? തെങ്ങോലെ കറണ്ട് കമ്പി വീണിട്ട് അതിൽ നിന്ന് പടർന്ന തീയാ വീടിനും പിടിച്ചത്. വീടിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറും പൊട്ടിത്തെറിച്ച്. അല്ല മുത്തശ്ശി, ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? നിങ്ങളുടെ ഒപ്പം വരാത്തതിനുള്ള കാരണം ഇവിടെ അടുത്ത സിനിമാ കൊട്ടകയില് നല്ലൊരു പടം കാണാൻ ഞങ്ങൾ അങ്ങ് പോയി. പറയുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ലെന്നറിയാം, അതുകൊണ്ടാ മിണ്ടാതെ പോയത്. ഞങ്ങൾ പോയ ശേഷം ഈ സംഭവം നടന്നത്. എന്തിനാടാ വെറുതെ മോങ്ങുന്നത്? ഒന്നും സംഭവിച്ചില്ലല്ലോ, സന്തോഷായിട്ടിരിക്കെ. നീ ഒന്ന് ചിരിക്കെന്റെ പ്രിയതമേ. ആ ചിരിക്കച്ച. എല്ലാരും ഒന്ന് വന്നേ. അയ്യോ നോക്കാം. ഓ വല്ലതും പറ്റിയാവോ?